Hello everyone, welcome to the classes of Free Path IAS presented by Shadow Broadcasting. ഞാൻ ബിയ ഇന്റർനാഷണൽ റിലേഷൻസ് ഫാക്കൽറ്റിയാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് സിവിൽ സർവീസ് മെയിൻസ് എക്സാംസിലും അതുപോലെ തന്നെ പ്രിലിംസ് എക്സാംസിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഓരോ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയും ഈ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായി ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിലബസിലേക്ക് കിടക്കാം, പിന്നീട് അതിനുശേഷം നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് പഠിക്കാം. വൈ ഐ ആർ, എന്തുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് സിവിൽ സർവീസ് എക്സാംസിൽ പഠിക്കുന്നു? ഓക്കെ, ദ പർപ്പസ് ഓഫ് ഇൻക്ലൂഡിംഗ് ദിസ് സെക്ഷൻ ഈസ് ടു അസസ് ദ കാൻഡിഡേറ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗ്ലോബൽ ഇഷ്യൂസ്, international events and their impact on India. Yes, the global issues. What are the global issues? Then what are the international events and its impact on India? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ് UPSC ഈ എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഗ്ലോബൽ ഇഷ്യൂസ് മീൻസ് ഗ്ലോബലി എന്തൊക്കെ ഇഷ്യൂസാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, ഇപ്പോൾ G20, അതുപോലെ UN സമ്മിറ്റുകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ്, ഓരോ ഇഷ്യൂസ് സംഭവിക്കുമ്പോഴും അത് ഇന്ത്യയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ്. ഓക്കെ, നമ്മൾ ഇനി സിലബസിലേക്ക് കിടക്കുകയാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ സിലബസിലേക്ക് കിടക്കുകയാണ്. സിലബസിൽ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും. ഓക്കെ, ഇന്ത്യയായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇത്രയും രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവരുമായി ഇന്ത്യക്കുള്ള ബന്ധം എന്താണ്? ഓക്കെ, ചൈന, പാകിസ്ഥാൻ, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ ആൻഡ് മാൽഡീവ്സ്. ഓക്കെ, അപ്പോൾ പറയുന്ന ഇത്രയും കൺട്രീസും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസ്, അതൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെ വരുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സെക്കൻഡ് മൊഡ്യൂൾ ഈസ് ബൈലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്, എഗ്രിമെൻറ്റ്സ് ഇൻവോൾവിംഗ് ഇന്ത്യ ഓർ എഫക്റ്റിംഗ് ഇന്ത്യ. ഓക്കെ, ബൈലാറ്ററൽ മീൻസ് വാട്ട്? ഇന്ത്യയും കൂടെയുള്ള വേറൊരു രാജ്യം, റിലേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്, അതിനാണ് ബൈലാറ്ററൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ബൈലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്, 2-3 കൺട്രികൾ ചേർന്ന് അല്ലെങ്കിൽ ഒരുപാട് കൺട്രികൾ ചേർന്നുണ്ടാവുന്ന ഓരോ സിമിലർ ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ്സ് ഉണ്ടാവും. സാർക്ക് പോലുള്ള ഗ്രൂപ്പിംഗ്സ്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രൂപ്പിംഗ്സും അവരുടെ എഗ്രിമെൻറ്റ്സ്, അതുപോലെ തന്നെ അതെങ്ങനെ ഇന്ത്യയെ എഫക്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന മേജർ ടോപ്പിക്സ് ഇന്ത്യാസ് മേജർ ഫോറിൻ പോളിസി ഡോക്ട്രൈൻസ് സിൻസ് 1947 ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മേജർ ഫോറിൻ പോളിസി ഡോക്ട്രൈൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് മേജർ ആയിട്ടുള്ള ഫോറിൻ പോളിസി 1947 ശേഷം ഇന്ത്യയിൽ വന്നത്? ദ റീസൺ ഈസ് 1947 ശേഷമാണ് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയി മാറിയത്. അപ്പോൾ അതിനുശേഷമുള്ള നമ്മുടെ മേജർ ആയിട്ടുള്ള ഫോറിൻ പോളിസി റിഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സെക്കൻഡ് ഈസ് നോൺ അലൈഡ് മൂവ്മെൻറ്റ്, ദാറ്റ് ഇസ് നാം. മലയാളത്തിൽ നമ്മൾ ചേരാ പ്രസ്ഥാനം എന്ന് പറയും. ഓക്കെ, നോൺ അലൈഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഹെഡ്, അല്ലെങ്കിൽ ഈ നോൺ അലൈഡ് മൂവ്മെൻറ്റ് സ്ഥാപിച്ച രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇന്ത്യ. ഓക്കെ, അതുകൊണ്ടാണ് നോൺ അലൈഡ് മൂവ്മെൻറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അത് സ്ഥാപിച്ച രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഓക്കെ, ദെൻ ന്യൂക്ലിയർ ഡോക്ട്രൈൻ, അതുപോലെ ഗുജറാൾ ഡോക്ട്രൈൻ, ലുക്ക് ഈസ്റ്റ് ടു ആക്ട് ഈസ്റ്റ്, തിങ്ക് വെസ്റ്റ്, എക്സെട്ര. അങ്ങനെയുള്ള കുറച്ച് ബൈലാറ്ററൽ, റീജിയണൽ ഗ്രൂപ്പിംഗ്സ്, അതുപോലെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് ബൈലാറ്ററൽ റിലേഷൻ വിത്ത് മേജർ പവേഴ്സ്. ഇന്ത്യയും ബാക്കിയുള്ള, അല്ലെങ്കിൽ മേജർ പവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലോബലി ഏതൊക്കെ കൺട്രീസാണ് മേജർ പവേഴ്സ് ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം. USA, റഷ്യ, ചൈന, അങ്ങനെയുള്ള മേജർ പവേഴ്സ് ഉണ്ട്. ആ മേജർ പവേഴ്സുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷൻസ് എങ്ങനെയാണ്? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും, ട്രേഡ് റിലേഷൻസ് ഉണ്ടാവും, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള റിലേഷൻസ് എല്ലാം പറയുന്ന മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. ഓക്കെ, USA, റഷ്യ, ജപ്പാൻ,
സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്, വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്, യൂറോപ്യൻ യൂണിയൻ ആൻഡ് യൂറോപ്യൻ കൺട്രീസ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, പസഫിക് കൺട്രീസ്. ഓക്കെ, ഈ കൺട്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ, ഇന്ത്യ എന്തൊക്കെ ട്രേഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവരുമായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്, തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു ബൈലാറ്ററൽ റീജിയണൽ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് മൊത്തം എല്ലാ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ചും പറയുന്ന ഒരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സാർക്ക്, ബ്രിക്സ്, അതുപോലെ G20 സമ്മിറ്റ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഭയങ്കര ലൈക്ക് നമ്മൾ ഇന്ത്യ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള, ഇന്ത്യക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മിറ്റുകളാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഈ BBIN ആൻഡ് BCIM, IBSA, മെക്കോങ് ഗംഗ കോർപ്പറേഷൻ, അങ്ങനെ വരുന്ന സംഭവങ്ങളെല്ലാം. ഇതൊക്കെ നാഷണൽ സെക്യൂരിറ്റി സമ്മിറ്റ്, മൾട്ടിനാഷണൽ ന്യൂക്ലിയർ എക്സ്പോർട്ട് റെഗുലേറ്ററി റിജിംസ്, ഇതെല്ലാം റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഈ പറയുന്നതെല്ലാം ഓരോ ഗ്രൂപ്പിംഗ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ അതാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് the fifth module is about effect of policies and politics of developed and developing countries on India's interest. Okay, effect of policies, പോളിസീസിൻ്റെ എഫക്ട്സ്, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് നാഷൻസിൻ്റെ പൊളിറ്റിക്സ്, അവർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുന്ന ഓരോ പൊളിറ്റിക്കൽ റീജിയണൽ ആയിട്ടുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ളതൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് UN റിഫോംസ്, WTO റിഫോംസ്, സൗത്ത് ചൈന സീ കോൺഫ്ലിക്റ്റ്, പാരീസ് എഗ്രിമെൻറ്റ്, US പുൾ ഔട്ട് ഫ്രം പാരീസ് എഗ്രിമെൻറ്റ്. Okay, then OPEC and oil price manipulation, extra, One Belt Road, international North-South transport corridor, global trade war, global currency war, UN reforms, ഇതെല്ലാം ഈ പറയുന്ന ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നതാണ്. ഇത് മാത്രമല്ല ഇനിയും വരുന്നുണ്ട്. ആ മൊഡ്യൂളിൽ തന്നെ വരുന്നതാണ് ഇന്ത്യൻ ഡയസ്പോറ. ഇന്ത്യൻ ഡയസ്പോറ മീൻസ് ഇന്ത്യൻ എമിഗ്രൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രവാസികൾ. ഓക്കെ, ഇന്ത്യയിലെ പ്രവാസികൾ, അതുപോലെ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ, ദെൻ നോ ഇന്ത്യ പ്രോഗ്രാം എക്സെട്ര, ദെൻ റെമിറ്റൻസ്, ഡ്യുവൽ നാഷണാലിറ്റി, റോൾ പ്ലേഡ് ബൈ ഇന്ത്യൻ ഡയസ്പോറ, ഇഷ്യൂസ് കൺസേണിങ് ദ ഡയസ്പോറ, അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങൾ. ഈ ഒരു മൊഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറമേയുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ്. പലയിടത്തും പല കോൺഫ്ലിക്റ്റുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ ഇനി വരുന്ന എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മൊഡ്യൂളാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫൈനൽ മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇന്ത്യയെ കൺസേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഇന്ത്യക്ക് ഒരുപാട് ഫിനാൻഷ്യൽ എയ്ഡുകൾ തരുന്ന കുറച്ച് ഏജൻസീസാണ് നമ്മുടെ WTO, വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ഇക്കണോമിക് ഫോറം, കോമൺവെൽത്ത് നാഷൻസ് എക്സെട്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ IMF ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ എയ്ഡ് തരുന്ന ഒരു ഗ്ലോബൽ പ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ 1991 റിഫോംസിലൊക്കെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബലായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് IMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ IMFനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. IMFൻ്റെ ഇപ്പോൾ ഉള്ള സ്ട്രാറ്റജീസ് മുതൽ IMFൻ്റെ മെമ്പേഴ്സ്, അതുപോലെ ഇന്ത്യയുടെ എഫക്റ്റ്, ഇന്ത്യ അതിൽ എങ്ങനെയൊക്കെ, ഇന്ത്യയുടെ റോൾ എന്താണ്, ഇന്ത്യ എത്രത്തോളം അതിൽ നിന്ന് ലോൺസ് എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിൻ്റെ ഫോർമേഷൻ, അതുപോലെ തന്നെ എത്രത്തോളം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ട്രേഡിൽ എഫക്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പഠിക്കും. പിന്നെ UN ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്, അതും ഈ പറഞ്ഞ റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ബിക്കോസ് UN ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർഷിപ്പിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ടായിട്ടും സെക്യൂരിറ്റി കൗൺസിൽ പെർമനൻറ്റ് മെമ്പർ അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാനും അതുപോലെ ചർച്ച വരാനുള്ള ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയാണ് UN-ഉം അതുപോലെ അതിൻ്റെ പല ടൈപ്പ് ഓഫ് ഏജൻസീസ്. അപ്പോൾ അതുകൊണ്ട് ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ UN റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സിലബസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ സിലബസ് പഠിക്കുന്നതിലുപരി നമുക്കിതിൽ ചെയ്യാൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ആൻഡ് നോട്ട് മേക്കിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന പ്രിലിംസ് എക്സാംസിൽ ഏകദേശം 14 to 15 ക്വസ്റ്റ്യൻസ് 14 മുതൽ 15 ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് ചോദിച്ചിരുന്നു. അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നെക്സ്റ്റ് ക്ലാസ്സസിൽ കാണാം. സി യു ദെൻ, ബൈ.